ഇറാനിൽ കരയുദ്ധം ആരംഭിക്കാൻ അമേരിക്കൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. 3500 മറൈൻ ഉദ്യോഗസ്ഥരെ പശ്ചിമേഷ്യയിൽ വിന്യസിച്ചു. അതേസമയം സൈനിക നീക്കത്തിന് ട്രംപ് പച്ചക്കൊടി കാട്ടിയിട്ടില്ല എന്നാണ് വിവരം. യുദ്ധസാഹചര്യം ചർച്ച ചെയ്യാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വിവിധ രാജ്യങ്ങളുടെ യോഗം ചേർന്നു. ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂതി വിമതർ ഇസ്രായേലിൽ രണ്ടാം ഘട്ട ആക്രമണം നടത്തിയതോടെ സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന പ്രഖ്യാപനം പോലും ഈ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. ഇന്ന് അത് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങളാണോ വരുന്നത്? രേണുക, വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവരുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഉയർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ പറയുന്നത് 3500 അമേരിക്കൻ മറൈനുകളെ ഈ പശ്ചിമേഷ്യയിൽ എമ്പാടും വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിനു മുൻപേ 2000 മറൈൻ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിച്ചു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് കൊണ്ടുവരുന്നത് ഇറാനിൽ ഒരു കരയുദ്ധം തുടങ്ങാനാണ് എന്നുള്ള അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. എന്നാൽ ഈ കരയുദ്ധം ഒരു വ്യാപകമായിട്ട് നടത്താനാകില്ല US പദ്ധതിയിടുന്നത്. കരയുദ്ധത്തിൽ ആദ്യം കുറച്ച് സൈനികരെ വിട്ടയച്ചുകൊണ്ട് ഈ വ്യോമാക്രമണം അതേസമയം തന്നെ ശക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും US മുന്നോട്ട് വയ്ക്കുക എന്നാണ് വിവരമുള്ളത്. എന്നാൽ ഇത്തരത്തിൽ US ഒരു കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് പല വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് നിലവിൽ ഈ ഒരു നീക്കത്തിന് പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷം രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൂതി വിമതർ കൂടി ഈ സംഘർഷങ്ങളിൽ പങ്കാളികളായതോടുകൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇസ്രായേലിലെ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തെക്കൻ ഇസ്രായേലിലാണ് ഈ ആക്രമണങ്ങൾ ഹൂതി വിമതർ അത് കടുപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ ഹൂതികളുടെ ആക്രമണത്തിൽ എടുത്തു പറയത്തക്ക നാശനഷ്ടങ്ങളോ മറ്റ് സംഭവവികാസങ്ങളോ ഒന്നും ഇസ്രായേലിനുള്ളിൽ നടന്നിട്ടില്ല എന്നാണ് IDF ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം ടെല്ലവീവിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മറുപടി ആക്രമണമായി ടെഹ്റാനിലുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാനുള്ളിൽ നടന്നത്. ഏതാണ്ട് 701 സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിലേതാണ്ട് 74% പ്രദേശങ്ങളിലും ടെഹ്റാനുള്ളിലാണ് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ബൂഷഹർ പ്രവിശ്യയിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഉള്ളത്. ഖൂസസ്ഥാനിലെ ഒരു ജലസംഭരണ കേന്ദ്രം തകർന്നു. അതുപോലെ ലെബനനിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിഷമിപ്പിക്കുന്ന വിവരം കൂടിയുണ്ട്. ഇതിനെ തുടർന്ന് പ്രദേശത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ബെയ്റൂട്ടിൽ ഉൾപ്പെടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പ്രതിഷേധം ശക്തമാണ്. മാത്രമല്ല അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ DC സെൻട്രലിൽ ഉൾപ്പെടെ ഈ നോക്കിംഗ്സ് പ്രൊട്ടസ്റ്റും ശക്തമായി തുടരുകയാണ്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.